നമസ്കാരം. തിരുവനന്തപുരം വാർത്തകളിലേക്ക് സ്വാഗതം. സിവിൽ സർവീസിലേക്ക് വഴികാട്ടിയ ആൽബി സാറിന് IAS ഉദ്യോഗസ്ഥരുടെ ആദരം. 103 വിദ്യാർത്ഥികളുടെ പേരും സ്ഥാനപ്പേരും ആലേഖനം ചെയ്ത ഉപഹാരമാണ് ഗുരുദക്ഷിണയായി സമ്മാനിച്ചത്. കേരളത്തിൽ കോച്ചിംഗ് സെന്ററുകൾ തുടങ്ങുന്നതിനു മുൻപ് സിവിൽ സർവീസ് ആഗ്രഹിച്ചെത്തുന്ന വിദ്യാർത്ഥികൾക്ക് പ്രൊഫസർ G. ആൽബി ഉപദേശങ്ങൾ നൽകി തുടങ്ങി. പരീക്ഷയെ നേരിടാൻ പ്രാപ്തരാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ ശൈലി. രാജ്ഭവനിൽ നടത്തിയ ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് പ്രൊഫസർ G. ആൽബിയെ ആദരിച്ചത്. നഗരത്തിൽ 3 വർഷത്തിനിടെ പൈപ്പ് പൊട്ടിയത് 9213 തവണ. അതിൽ ഏറ്റവും കൂടുതൽ പൊട്ടിയത് അമ്പലമുക്ക്, പേരൂർക്കട, മുട്ടട ഭാഗങ്ങളിൽ ആണ്. ആയിരക്കണക്കിന് ജനങ്ങളെ വലയ്ക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ ഇതുവരെ ജല അതോറിറ്റികൾക്കായിട്ടില്ല. അടിക്കടി പൈപ്പ് പൊട്ടുന്നതും അറ്റകുറ്റപ്പണിക്കായി കുഴിക്കുന്നതും കാരണം അമ്പലമുക്ക് മുട്ടറ റോഡിലൂടെയുള്ള യാത്രയും ദുഷ്കരമായിട്ടുണ്ട്. വ്യാജരേഖ ചമച്ച് പോണ്ടിച്ചേരിയിൽ വാഹനം രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിപ്പ് നടത്തിയെന്ന കേസിൽ നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയെ വിചാരണ കോടതിയിൽ ഹാജരാക്കുന്നതിൽ നിന്ന് ഹൈക്കോടതി ഒഴിവാക്കി. കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുരേഷ് ഗോപി നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് C. ജയചന്ദ്രന്റെ ഇടക്കാല ഉത്തരവ്. ഓണം സീസണിലെ തിരക്ക് പരിഗണിച്ച് കൂടുതൽ സർവീസുകളുമായി KSRTC 58 അന്തർ സംസ്ഥാന സർവീസുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബംഗളൂരു, മൈസൂരു, ചെന്നൈ എന്നിവിടങ്ങളിലേക്കാണ് അധിക സർവീസ് നടത്തുക. സെപ്റ്റംബർ 9 മുതൽ 23 വരെയാകും ഓണം സ്പെഷ്യൽ സർവീസുകൾ ഉണ്ടാകുക. പ്രത്യേക റൂട്ടിലേക്ക് അധികമായി യാത്രക്കാർ ബുക്കിംഗ് ഉണ്ടായാൽ കൂടുതൽ സർവീസുകൾ നടത്തുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഉത്സവകാലം പ്രമാണിച്ച് സ്വകാര്യ ബസ്സുകൾ അധിക നിരക്ക് ഈടാക്കുന്നത് തിരിച്ചറിഞ്ഞാണ് കൂടുതൽ സർവീസുകൾ നടത്താൻ KSRTC തീരുമാനിച്ചത്. KSRTC പ്രത്യേക സർവീസിന് അധിക നിരക്ക് ഈടാക്കില്ലെന്നും അറിയിച്ചു. 2 തവണ വിമാനത്താവളത്തിലെത്തിയ ശേഷം ദുബായ് യാത്ര മുടങ്ങിയ യുവതിക്ക് എയർ ഇന്ത്യ 75,000 രൂപ നഷ്ടപരിഹാരം നൽകാൻ ഉത്തരവ്. ജില്ലാ ഉപഭോക്തൃ കമ്മീഷന്റേതാണ് ഉത്തരവ്. പൊന്മള സ്വദേശി പൂവാടൻ അഹമ്മദ് മാജിന്റെ ഭാര്യ ഫിദ നൽകിയ പരാതിയിലാണ് വിധി. സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം 2 തവണ യുവതിയുടെയും മക്കളുടെയും വിമാനയാത്ര മുടങ്ങുക ആയിരുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന കമ്പനികൾ ചേർന്ന് നഷ്ടപരിഹാര തുകയായി 75,000 രൂപയും കോടതി ചെലവായി 5,000 രൂപയും 1 മാസത്തിനകം നൽകാൻ ഉത്തരവിൽ പറയുന്നു. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സ്കൂളിൽ നിന്നും മടങ്ങി വരുന്ന വഴിയിൽ ഓട്ടോറിക്ഷയിൽ വെച്ച് ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ഡ്രൈവർക്ക് ട്രിപ്പിൾ ജീവപര്യന്തം വിധിച്ച് പോക്സോ സ്പെഷ്യൽ കോടതി. വള്ളംകുളം പടിഞ്ഞാറ് മുറിയിൽ കരുവള്ളിപ്പാറ കൊച്ചിത്രയിൽ ബിനു എന്ന് വിളിക്കുന്ന ഷാജിയെ ആണ് പോക്സോ സ്പെഷ്യൽ ജഡ്ജ് ഡോണി തോമസ് വർഗീസ് ട്രിപ്പിൾ ജീവപര്യന്തം തടവിനും 3.5 ലക്ഷം രൂപ പിഴ ഒടുക്കുന്നതിനും ശിക്ഷിച്ച് വിധി പ്രസ്താവിച്ചത്. പ്രതി ശിഷ്ടകാലം മുഴുവൻ തടവ് ശിക്ഷ അനുഭവിക്കണമെന്ന് വിധിയിൽ പ്രത്യേക പരാമർശം ഉണ്ട്. മലയാളി യുവാവ് ദുബായിൽ ബൈക്ക് അപകടത്തിൽ മരിച്ചു. തിരുവനന്തപുരം പോത്തൻകോട് നന്നാട്ടുകാവ് സ്വദേശി മിസ്റ്റി ഹെവൻസ് വില്ലയിൽ S. ആരിഫ് മുഹമ്മദാണ് മരിച്ചത്. അൽമക്തൂം എയർപോർട്ട് റോഡിൽ ഇന്നലെ രാവിലെയാണ് അപകടം. ഓടിച്ചിരുന്ന ബൈക്ക് ഡിവൈഡറിൽ ഇടിക്കുകയായിരുന്നു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയിലെ ഡാറ്റ സയന്റിസ്റ്റ് ആണ് ആരിഫ്. കാർഷിക സർവകലാശാല അധ്യാപകനായിരുന്ന പ്രൊഫസർ ഷരീഫിന്റെയും കൃഷിവകുപ്പ് മുൻ ജോയിന്റ് ഡയറക്ടർ താജുന്നിസയുടെയും മകനാണ്. സഹോദരൻ ഹുസൈൻ. മൃതദേഹം നടപടികൾ പൂർത്തിയാക്കി നാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന് സുഹൃത്തുക്കൾ അറിയിച്ചു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിലെ മുൻ മാനേജർ മോഷ്ടിച്ച സ്വർണത്തിന്റെ ഒരു ഭാഗം കണ്ടെടുത്തു. ബാങ്കിൽ നിന്ന് കാണാതായ 26.24 കിലോ സ്വർണത്തിൽ 4.5 കിലോ തമിഴ്നാട്ടിലെ തിരുപ്പൂരിലുള്ള സ്വകാര്യ ബാങ്കിന്റെ 2 ശാഖകളിൽ നിന്ന് കണ്ടെടുത്തു. പ്രതിയായ ബാങ്ക് മാനേജർ മധു ജയകുമാറാണ് സ്വർണം ബാങ്കിൽ പണയപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു. സ്വർണം പണയം വെച്ചതിൽ നിന്ന് ലഭിച്ച തുകയാണ് ജയകുമാർ ഓൺലൈൻ വ്യാപാരത്തിന് ഉപയോഗിച്ചതെന്ന് പോലീസ് പറഞ്ഞു.
വടകര പോലീസിൽ നിന്നുള്ള സംഘവും സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ചേർന്നാണ് വീണ്ടെടുക്കൽ നടത്തിയത്. TV റീചാർജ് ചെയ്തു കൊടുക്കാത്തതിന്റെ മനോവിഷമത്തിൽ ജീവനൊടുക്കാൻ ശ്രമിച്ചു ചികിത്സയിലായിരുന്ന 4ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ഹരിപ്പാട് മുട്ടം എവിളയിൽ ബാബു കലാദമ്പതികളുടെ മകൻ 9 വയസ്സ് പ്രായമുള്ള കാർത്തിക്കാണ് മരിച്ചത്. കാരോട് പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിച്ച 20 ലക്ഷം രൂപ രേഖകളിൽ ചേർക്കാതെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർ അപഹരിച്ചതായി പരാതി. കാരോട് നിവാസികളായ 2 നിക്ഷേപകർക്ക് 20 ലക്ഷം രൂപ നഷ്ടമായി. നെയ്യാറ്റിൻകര പോസ്റ്റൽ ഇൻസ്പെക്ടറുടെ പരാതിയിൽ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്റർക്കെതിരെ പൊഴിയൂർ പോലീസ് കേസെടുത്തു. കാരോട് പോസ്റ്റ് ഓഫീസിലെ ബ്രാഞ്ച് പോസ്റ്റ് മാസ്റ്ററായ ലാലിക്കെതിരെയാണ് നിക്ഷേപകർ പരാതിയുമായി പോസ്റ്റൽ വകുപ്പിനെ സമീപിച്ചത്. റോഡിലെ നിയമലംഘനം കണ്ടെത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് കാട്ടാക്കട പ്രദേശത്ത് സ്ഥാപിച്ച AI ക്യാമറയുടെ കേബിളുകൾ മുറിച്ചുമാറ്റി ആഴ്ചകൾ പിന്നിട്ടിട്ടും നടപടിയില്ല. കാട്ടാക്കട തിരുവനന്തപുരം റോഡിൽ മെഡിസിറ്റി ആശുപത്രിക്കടുത്തും നെയ്യാർ ഡാം റോഡിലെ സർക്കാർ ആശുപത്രിക്കടുത്തും കോട്ടൂർ റോഡിലെ പൂവച്ചൽ ജംഗ്ഷന് സമീപവുമുള്ള AI ക്യാമറയുടെ കേബിളുകളാണ് ആഴ്ചകൾക്ക് മുമ്പ് സാമൂഹ്യ വിരുദ്ധർ മുറിച്ചു മാറ്റിയത്. നാടിനെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുകയാണ് കാട്ടാക്കട. മാലിന്യമുക്തം എന്റെ കാട്ടാക്കട ജനകീയ ശുചീകരണ പദ്ധതിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. മണ്ഡലത്തെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണിത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിത കേരള മിഷൻ, ക്ലീൻ കേരള കമ്പനി, ശുചിത്വ മിഷൻ, കുടുംബശ്രീ മിഷൻ, ഹരിതകർമ്മസേന എന്നിവരുടെ സഹകരണത്തോടെ ബഹുജന പങ്കാളിത്തം ഉറപ്പാക്കിയാണ് 1 മാസക്കാലം നീളുന്ന യജ്ഞത്തിന് രൂപം നൽകിയിരിക്കുന്നത്. ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.